ഒമാ അർസലാക്ക ഇല്ലാ റഹ്മത്തലിൽ ആലമീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നതാണിത്. ലോകർക്ക് കാരുണ്യമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. അപ്പോൾ ക്യാമ്പ് റൂട്ടിൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ആ പ്രവാചകനോട് സ്നേഹം, പ്രവാചകനോടുള്ള ഹുബ്ബ്, അത് ഒരാളുടെ ഈമാൻ പൂർത്തിയാകുന്നതിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. ഒരു വിശ്വാസിയുടെ ഈമാനിൻ്റെ മാധുര്യവും പൂർണ്ണതയും അത് പ്രവാചക സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് സലാസുൻ മൻകുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടാകുമ്പോഴാണ് അയാളുടെ വിശ്വാസം അതിൻ്റെ മാധുര്യം അയാൾ അനുഭവിക്കുന്നത്. അതിലൊന്നാമതായി റസൂൽ എണ്ണിയത് അയ്യക്കൂൻ അള്ളാഹു റസൂലഹു അഹബ്ബ ഇലൈഹി മിമ്മ സിവാഹുമ. മറ്റാരെക്കാളും അള്ളാഹുവും അവൻ്റെ റസൂലായിരിക്കണം ഏറ്റവും പ്രിയപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട് ലാ യുമിനു അഹദുക്കും ഹത്താക്കൂൻ അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം പിതാവിനേക്കാൾ, മക്കളേക്കാൾ, ലോകത്തുള്ള മറ്റേത് മനുഷ്യരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നത് വരെ. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ നമ്മൾ പൂർണ്ണമായ ഒരു വിശ്വാസിയാവുകയുള്ളൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർദാന പഠിപ്പിക്കുന്നത്. വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ടല്ലോ, ഞാൻ എന്നെ സ്വദേഹം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് താങ്കളെയാണെന്ന് സൂചിപ്പിക്കുമ്പോൾ റസൂല് ഇല്ല ഉമർ, താങ്കളുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ അള്ളാഹുവിനെയും റസൂലിനെയും മറ്റെന്തിനേക്കാളും സ്നേഹിക്കേണ്ട ഒരു പ്രാധാന്യം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ പ്രവാചകനുള്ള സ്നേഹം തീർച്ചയായും നമ്മളിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രായോഗികത എങ്ങനെയാണ് നമ്മളത് പ്രയോഗവൽക്കരിക്കേണ്ടത്? നമ്മൾ സ്നേഹിക്കുന്നു എന്നൊരു നാവ് കൊണ്ടുള്ളൊരു പ്രഖ്യാപനം മാത്രമാണോ? എങ്ങനെയാണ് ജീവിതത്തിൽ അതിനെ സാക്ഷാത്കരിക്കേണ്ടത് നമ്മൾ? അത് സ്വഹാബത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഏത് നിർദ്ദേശവും സ്വീകരിക്കാൻ അവർ തയ്യാറാണ്. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊപ്പം ഏത് നിമിഷമായിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്കെതിരെ വരുന്ന എന്തും, അത് ഏത് വിമർശനമാണെങ്കിലും, ഏത് ആയുധമാണെങ്കിലും, ഏത് ആക്രമണമാണെങ്കിലും അതിനെ തടുക്കാനും പ്രതിരോധിക്കാനും അവർ സദാ സന്നദ്ധരായിരുന്നു എന്നാണ്. കാരണം റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സ്നേഹിക്കപ്പെടാൻ അർഹനാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് കടപ്പെട്ടിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് കേവലമായൊരു സ്നേഹം എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഒരു ബാധ്യതയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ശരിക്കും റസൂലിനെ സ്നേഹിക്കേണ്ടി വരുന്നത്? അതിലൊന്ന് അത് തീർച്ചയായിട്ടും എന്തുകൊണ്ട് സ്നേഹിക്കണം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഒന്ന് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ നമ്മൾക്ക് എത്തിച്ചു തന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി അതിലുണ്ട്. കാരണം നരകത്തിൽ നിന്ന് നമ്മളെ ആ ഒരു വിശ്വാസം സ്വീകരിക്കുന്നതിലൂടെയാണ് പരലോകത്ത് നമ്മൾക്ക് രക്ഷയുള്ളത്. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെ ഒരു ഉപമ എന്ന് പറഞ്ഞാൽ ആ റിസാലത്താണ് ഒന്നാമത് സ്നേഹത്തിൻ്റെ ഒരു അടിസ്ഥാനം, അല്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിനെ നമ്മൾക്ക് എത്തിച്ചു തന്നു എന്നുള്ളത്. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുക്കുന്ന സ്ട്രഗിൾ നമ്മൾ കാണുന്നുണ്ട് ചരിത്രത്തിൽ. ഇപ്പോൾ ഈ ഒരു സന്ദേശം കിട്ടാതെ ആരെങ്കിലും മരിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ റസൂൽ അതിൽ വല്ലാതെ ഭയങ്കരമായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസപ്പെടാണ്. ഖുർആനിൽ ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇൻ ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഈ ഒരു സന്ദേശത്തിൽ നിന്ന് ആളുകൾ പിന്തിരിഞ്ഞു പോകുമ്പോൾ നീ സ്വയം ജീവൻ അപായത്തിൽപ്പെടുത്തുന്ന ഒരു അത്തരത്തിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത്രയധികം ഗുണകാംക്ഷയും ഈ സന്ദേശ ആളുകൾ സ്വീകരിക്കണം, ഈ രക്ഷ ആളുകൾക്ക് കിട്ടണം എന്ന ഒരു ഉദ്ദേശം റസൂലുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറിച്ച് പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, റസൂൽ പറയാണ്, എൻ്റെയും നിങ്ങളുടെയും ഉപമ എന്ന് പറഞ്ഞാൽ ഞാനൊരു വിളക്ക് കത്തിച്ചവനെ പോലെയാണ്. അപ്പം അതിലേക്ക് ഇങ്ങനെ പ്രാണികൾ ഇങ്ങനെ പല ഭാഗത്തു നിന്ന് ഇങ്ങനെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അരക്ക് പിടിച്ച് അതിൽ നിന്ന് നിങ്ങളെന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങളിൽ പല ആളുകളും വഴുതി അതിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാളെ പരലോകത്ത് നിന്നുള്ള ആ നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച്, അതിൽ നിന്ന് രക്ഷപ്പെടുത്താവുന്ന ഒരു മാർഗത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നു എന്നുള്ളതാണ് റസൂൽ സ്നേഹിക്കപ്പെടാൻ ഉള്ള കാരണങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്നേഹത്തിൻ്റെ ഒരു സാക്ഷാത്കാരം നമ്മൾ സൂചിപ്പിച്ചല്ലോ. അത് വമാ ആത്താക്കുമുർ റസൂലു ഫഖുദു വമാ നഹാക്കും അൻഹു ഫൻതഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, റസൂൽ കൊണ്ടുവന്നത് എന്താണോ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. റസൂൽ എന്താണോ വിരോധിച്ചത് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. അതാണ് ആ സ്നേഹത്തിൻ്റെ. ഇപ്പോൾ ഈ പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെയുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോ മക്കത്തേക്ക് കടന്നു വരുന്ന ഓരോ കച്ചവട സംഘത്തിൻ്റെയും അടുത്തേക്ക് റസൂൽ അങ്ങനെ ചെല്ലുന്നതാണ്. ഒരു കുട്ടിയെ പോലെ ഇങ്ങനെ മക്കയിലൂടെ ഓടിച്ചെന്ന് മയ്യുവീനി വയൻസുറുനി, ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി ആരാണ് എനിക്ക് അഭയം നൽകുക, ആരാണ് എന്നെ സഹായിക്കുക എന്നിങ്ങനെ ചോദിച്ച് റസൂൽ അങ്ങനെ ഓടി നടക്കുന്നതാണ്. ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി അത്രക്കും പ്രയാസം റസൂൽ പ്രയാസപ്പെടുന്നത്. ആരും അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല, ആരും റസൂലിനെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അത്രക്കും പ്രയാസം സഹിച്ച്
പ്രയാസപ്പെട്ടുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദേശം നമുക്ക് എത്തിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു. പിന്നെ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് ഖുർആൻ പറയുന്നത് നിങ്ങളിലേക്കൊരു പ്രവാചകൻ വന്നിരിക്കുന്നു. ആ പ്രവാചകൻ്റെ പ്രത്യേകത അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾ പ്രയാസപ്പെടുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. നിങ്ങൾ പ്രയാസപ്പെടുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. ഹരീസുൻ, നിങ്ങളുടെ വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധയുള്ള അതീവ തൽപരനായ ഒരു വ്യക്തി എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. റഊഫുർ റഹീം, വിശ്വാസികളോട് ഏറെ കാരുണ്യമുള്ള, ഏറെ ദയാലുവായ ഒരു പ്രവാചകനെയാണ്. അതുകൊണ്ട് വിശ്വാസികൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒന്നും മതത്തിലുണ്ടാകരുത് എന്ന് റസൂലുള്ളാഹി ആഗ്രഹിച്ചു. ഇപ്പം നമുക്ക് നമസ്കാരത്തിൻ്റെ പിന്നെ പിന്നെ അതിൻ്റെ 50 വക്തായിരുന്നു. അതെ, അത് പിന്നീട് പിന്നെ കുറച്ച് കുറച്ച് കിട്ടുകയാണ്. അള്ളാഹിനോട് ഇങ്ങനെ അപേക്ഷിക്കണം അതെ എൻ്റെ സമുദായത്തിന് അത് പ്രയാസമാകും എന്നുള്ള രൂപത്തിൽ. അതെ. പിന്നെ ചില കർമ്മങ്ങളൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് പ്രയാസകരമാകുമെന്ന് തോന്നിയിരുന്നില്ലെങ്കിൽ ഞാനത് നിർബന്ധമാക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. നിങ്ങൾ നിർബന്ധമാക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ തറാവീഹ് നമസ്കാരം, രാത്രി നമസ്കാരം റസൂലുള്ളാഹി പിന്നീട് വീട്ടിൽ നമസ്കരിക്കും. ഇങ്ങനെ ഒരിക്കലും മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാവരുത്. അങ്ങനെ ഒരു കാരുണ്യത്തിൻ്റെ ഒരു പ്രവാചകൻ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാവരോടും, മനുഷ്യരോടും വിശ്വാസികളോടും അവിശ്വാസികളോടും, മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റ് ജീവജാലങ്ങളോടും എല്ലാത്തിനോടുള്ള ഒരു കാരുണ്യമാണ്. അത് ഫി കുല്ലി കബദിൻ റത്ബത്തിൻ അജർ എന്നാണ്. അത് എന്തിനോടാണെങ്കിലും, അത് ഏത് ജീവിയോടാണെങ്കിൽ പോലും പച്ചക്കറിലുള്ള എന്തിനോടും അതിനോട് നന്മ കാണിക്കുന്നത്, കരുണ കാണിക്കുന്നത് കർമ്മമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു അനുപമ വ്യക്തിത്വമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾക്ക് വേറെ ഒരാളിലും കണ്ടെത്താൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ റോൾ മോഡലായി സ്വീകരിക്കേണ്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മേഖലയിലും നമ്മൾക്ക് റസൂലിൻ്റെ ചരിത്രം വായിച്ചാൽ നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ റസൂലിൻ്റെ കാരുണ്യവും മറ്റു മനുഷ്യരോടുള്ള ഇടപെടലുകളും ഒക്കെ നമ്മൾക്ക് വളരെ വളരെ മനോഹരമായിട്ട് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്നൊരു ബോധ്യം നമ്മൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ റസൂൽ വിശ്വാസികളുടെ കാര്യത്തിൽ വളരെ കാരുണ്യവും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ തൽപരനായിരുന്നു. ഇത് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഈ ഉമ്മത്ത്, ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ അതിയായി സ്നേഹിച്ചിരുന്നു എന്നൊരു ബോധ്യം കൂടി തീർച്ചയായിട്ടും നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ഒരു വളരെ നല്ല അവസ്ഥയിൽ കണ്ടെത്തിയെന്ന്. അപ്പോൾ റസൂലിനോട് പറഞ്ഞു, റസൂലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ എല്ലാ പാപങ്ങളും പൊറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആയിഷ ബീവി സന്തോഷിച്ചു. എന്നിട്ട് സന്തോഷിച്ച് അവർ ചിരിച്ച് റസൂലിൻ്റെ മടിയിലേക്ക് അവർ ചാഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ റസൂൽ ചോദിക്കണം, എന്താണ് ആയിഷ, എന്താണ് എന്നെ സന്തോഷിപ്പിച്ചത്? എൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ ആയിഷ ബീവി ചിരിച്ചുകൊണ്ട് പറയാണ്, അതെ, താങ്കളുടെ പ്രാർത്ഥനയില്ലാതെ മറ്റെന്താണ്? അപ്പോൾ റസൂൽ പറയാണ്, വല്ലാഹി, അള്ളാഹു ആണേ സത്യം, എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ എല്ലാ വക്തിലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ കരഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ഉമ്മത്തി ഉമ്മത്തി, അള്ളാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, അത് എൻ്റെ ഉമ്മത്ത്, എൻ്റെ സമുദായം എന്ന് പറഞ്ഞ് റസൂൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞ് ഈ സമുദായത്തിന് വേണ്ടി, നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ റസൂലിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വരുന്ന ഹദീസിൽ നമുക്ക് കാണാം, എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പക്ഷെ എൻ്റെ പ്രാർത്ഥന ഞാൻ നീട്ടിവെച്ചു. എൻ്റെ ഉമ്മത്തിന് നാളെ ഷഫാഅത്തായി യൗമുൽ നാളെ ഖിയാമത്ത് നാളിൽ ഞാനത് ഉപയോഗിക്കുമെന്നാണ് റസൂൽ പറഞ്ഞത്. ശിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും അത് രക്ഷയായിരിക്കും എന്ന് കൂടി റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്നേഹിക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ് എന്നത് പറയുന്നതിനോടൊപ്പം നമ്മൾ സ്നേഹിച്ച ആ പ്രവാചകൻ കൂടിയതിനെ ഒരു വ്യക്തിയെ കൂടിയാണ്, നമ്മളെ സ്നേഹിച്ച ഒരു വ്യക്തിയെ കൂടിയാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്നൊരു ബോധ്യം കൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു സംഗതിയാണ്. എനിക്ക് തോന്നുന്ന ഒരു എന്താണ് പറയുക, നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതല്ല, നമ്മളെ കാണാൻ കൊതിച്ചു എന്നും കൂടി നമ്മൾക്ക് പറയാം. ഇപ്പോൾ ഉഹുദിൻ്റെ സന്ദർഭത്തിലുള്ളൊരു കാര്യം എന്താണ് അതെന്ന് വെച്ചാൽ, ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് ഉഹുദിലെ രക്തസാക്ഷികളുടെ കബറിടം സന്ദർശിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ്. എന്നിട്ട് അവരുടെ അതൊക്കെ സന്ദർശിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്കറിയാം, കബറിടം സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥന, അള്ളാഹു ഉദ്ദേശിച്ച നാളെ നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നവരാണ്, അവർക്ക് സലാം ചൊല്ലി അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ സഹോദരന്മാരെ കാണാൻ എനിക്ക് കൊതിയാകുന്നു. അപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, അലൈസ ഇഖ്വാനക റസൂലേ, ഞങ്ങളല്ലേ താങ്കളുടെ സഹോദരന്മാർ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയല്ല, നിങ്ങളെൻ്റെ സ്വഹാബത്താണ്, എൻ്റെ സഹോദരന്മാർ. ഞാൻ അവരെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ശേഷം വരുന്നവരാണ്, അവർ എന്നിൽ വിശ്വസിച്ചവരാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഞാൻ അവരെ ഹൗദുൽ കൗസറിൽ വെച്ച് അവരെ കാത്തിരിക്കും, നാളെ പരലോകത്ത് അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ എങ്ങനെ തിരിച്ചറിയുന്നു സഹാബത്ത് ചോദിക്കുമ്പോൾ, വുളൂവിൻ്റെ അടയാളം കൊണ്ട് തിരിച്ചറിയുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെച്ചാൽ നമ്മളെ കാണാൻ കൊതിച്ച്, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നമ്മൾക്ക് വേണ്ടി കരഞ്ഞ ഒരു പ്രവാചകനെ കൂടിയാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്നൊരു ബോധ്യം നമ്മൾക്ക് ഇതിനോട് ചേർത്ത് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകനെ അനുസരിക്കുക എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു. ഇപ്പോൾ റബീഉൽ അവ്വൽ എത്തുമ്പോൾ ഇങ്ങനൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു റീസൺ എന്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകനോടുള്ള ഹുബ്ബ് ചർച്ചയാകുന്ന ഒരു മാസമാണ് റബീഉൽ അവ്വൽ.
നമ്മുടെ നാട്ടിൽ മീലാദ് പരിപാടികൾ സജീവമായി നടക്കുന്നു. നമ്മുടെ സമുദായത്തിലുള്ള ഭൂരിപക്ഷം സഹോദരി സഹോദരന്മാരും എല്ലാവരും അതിൽ ഭയങ്കരമായി സജീവമാകുന്നൊരു സന്ദർഭമാണ്. അപ്പം അതിനെ നമ്മളെങ്ങനെ ആ ഒരു ഹുബിനെ, ആ ഒരു ഇഷ്ക് എന്നാണ് പല ഇഷ്കിൻ്റെ സദസ്സുകളും റസൂലിൻ്റെ പല ആശിക്കുമാരൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു മാസം കൂടിയാണ്. അപ്പം ആ ഒരു ഇതിനെ കൂടി നമ്മളെങ്ങനെ ചർച്ചയിൽ ഇതിൽ ഉൾപ്പെടുത്തും? ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹുബ്, ഇഷ്ക്. ഇഷ്ക് എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ സ്വഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു, അതൊരിക്കലും ഇഷ്ക്, ആഷിഖുർ റസൂൽ അങ്ങനൊരു പദം പഠിപ്പിക്കുന്നില്ല. അത് കാമുകന്മാർ തമ്മിലുള്ള ബന്ധത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ഹുബ്ബാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വഹാബിമാരുടെ ജീവിതം അത് നമ്മളിവിടെ സൂചിപ്പിക്കണം തോന്നുന്നുണ്ട്. സ്വഹാബിമാർ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്ന രൂപം ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകുന്നു, അദ്ദേഹത്തെ ബന്ദിയാക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത്, ഇവിടെ നിൻ്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അദ്ദേഹം ആയിരിക്കുന്നത് നീ ഒന്ന് സങ്കല്പിച്ച് നോക്ക് എന്ന് ശത്രുക്കൾ സെയ്ദ് റളിയല്ലാഹുവിനോട് പറയാണ്. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു പറയുന്നത്, എനിക്കത് സങ്കല്പിക്കാൻ കഴിയില്ല, എൻ്റെ സ്ഥാനത്തല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം സമാധാനത്തോടെ സുരക്ഷിതനായിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ അബൂ സുഫിയാൻ അന്നത്തെ കാലത്ത് അദ്ദേഹം അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദിനെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ മറ്റാരെയും അവരുടെ നേതാവിനെ അനുയായികൾ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അപ്പോൾ അത്രത്തോളം സ്നേഹം സ്വഹാബിമാർ പ്രകടിപ്പിച്ചിരുന്നു. അവരുടെ സ്വന്തം ശരീരം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന അമ്പുകൾ ഏറ്റെടുക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി കവിതകൾ ചൊല്ലുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളെ ആക്രമിക്കാൻ വരുമ്പോൾ അവരതിൽ നിന്ന് സ്വയം ത്യാഗം സഹിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, പ്രവാചകനെ സംരക്ഷിക്കുന്നു. അത്രക്കും വലിയ സ്നേഹത്തിൻ്റെ മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നതാണ്. അപ്പോൾ അവിടെ എന്താണ് സ്നേഹം? ഇവിടെ നമ്മൾ സ്നേഹത്തിൻ്റെ പേരിൽ പലതും കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ പല തരത്തിലുള്ള പരിപാടികൾ, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ അത്തരം ചർച്ചകൾ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എന്ത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ പിന്തുടരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യണം, എങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ ഒരു സ്നേഹം, അതാണ് സ്നേഹം. ഇമാം ഷാഫി റഹിമുള്ള പറയേണ്ടത് എന്ത്, ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുത്തിയോ, ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സൈൻ, എന്താണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അവരെ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് കൽപ്പനയും വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, റസൂലുള്ള പഠിപ്പിച്ചത് കൽപ്പിച്ചത് സ്വീകരിച്ചുകൊണ്ട് അത് പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, റസൂലുള്ള വിരോധിച്ച ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട്, അങ്ങനെയാണ് പ്രവാചകനെ പിന്തുടരേണ്ടത്. അതാണ് സ്നേഹം. റബീഉൽ അവ്വൽ അതിലെങ്ങനെ വരുന്നത്? റബീഉൽ അവ്വൽ എന്തെങ്കിലും പ്രവാചക സ്നേഹത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ഇബാദത്തോ ആഘോഷമോ ഒക്കെ വരുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ പവിത്രമായ മാസങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ചില മാസങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്, ചില ദിവസങ്ങൾക്ക്. ഇപ്പോൾ റമളാൻ മാസത്തിന് നമ്മൾ പ്രത്യേകത കൽപ്പിക്കുന്നു. ഇപ്പോൾ മുഹറം മാസത്തിന് പ്രത്യേകത, മുഹറത്തിലെ ചില ദിവസങ്ങൾ, അങ്ങനെ ഓരോ ചില ദിവസങ്ങൾക്കും മാസങ്ങൾക്കുള്ള പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവിടെ ഒന്നും ഖുർആനിലെ ഹദീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. റബീഉൽ അവ്വൽ മാസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത, എന്തെങ്കിലും ഒരു പ്രത്യേക പുണ്യകർമ്മം, എന്തെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ പ്രത്യേക എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെ ഒന്നും നമുക്ക് വിശുദ്ധ ഖുർആനിലോ ഹദീസുകളിലോ കാണാൻ കഴിയില്ല. അതിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ റബീഉൽ അവ്വൽ മാസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കൽപ്പിക്കുകയും പ്രത്യേക എന്തെങ്കിലും ഒരു സൽക്കർമ്മങ്ങൾ പഠിപ്പിക്കുകയും ചെയ്ത് നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. ഇപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത്, ഇതിപ്പോൾ നമ്മളൊരു ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ അത് ഉബൈദിയാക്കളാണ്. ഷിയ വിഭാഗത്തിലൊരു ഉഗ്ര വിഭാഗമായിട്ടുള്ള ഉബൈദിയാക്കളാണ് ഇത് ആരംഭിക്കുന്നത്. പിന്നീട് അത് ജനകീയമാക്കുന്നത് മുളഫർ രാജാവാണ്. ഇത് ഖുത്തത്ത് എന്ന് പറയുന്ന കിതാബിൽ ഇത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അവർ ഈ ഉബൈദിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം റസൂലിൻ്റെ മാത്രം ജന്മദിനമല്ല, അസർ റളിയല്ലാഹു അൻഹു, ഉസൈർ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി, ഇങ്ങനെ പല ആളുകളുടെയും ജന്മദിനത്തെ ഇവരെന്ത് ചെയ്യുന്നു, ആഘോഷിച്ചിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ല, അതിൽ നമ്മൾ ഈ ഉബൈദിയാക്കൾ ആരാണെന്നുള്ളതും കൂടി സൂചിപ്പിക്കണമെന്നാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും പഠിപ്പിച്ച റസൂലുള്ള അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നാണല്ലോ. അങ്ങനെ ഈ മതത്തെ, ഇസ്ലാമിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പൂർണ്ണമായി പഠിപ്പിച്ചു, റിസാലത്ത് പൂർണ്ണമായി എത്തിച്ചു. നിങ്ങൾക്കത് എത്തിച്ചു തന്നില്ലേ എന്ന് റസൂലുള്ള ചോദിക്കുകയും സ്വഹാബത്ത് അതിനെ സാക്ഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതം പൂർത്തീകരിച്ചു. റസൂലുള്ള മുഴുവൻ കാര്യങ്ങളും പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ പെരുന്നാൾ, ഇപ്പോൾ ഒരു സ്വഹാബിനോട് വിമർശകർ, ഒരു മുശ്രിക്കുകളായ ഒരാൾ ചോദിക്കുന്നുണ്ട്,
നിങ്ങൾക്ക് പിന്നെ മലമൂത്ര വിസർജനത്തിൻ്റെ മര്യാദകൾ പോലും നിങ്ങളുടെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ടല്ലേ എന്ന് അയാൾ കളിയാക്കി ചോദിക്കുകയാണ്. അപ്പോൾ ആ സ്വഹാബി അത് സ്വീകരിച്ചുകൊണ്ട് പറയാം, അതെ, അതുവരെ ഞങ്ങൾക്ക് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അത്രക്കും നിസ്സാരമായി നമ്മൾ കണക്കാക്കുന്ന കാര്യങ്ങളിലെ മതപരമായ മര്യാദകൾ പോലും പഠിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. ഒരു ജീവിതത്തിൽ എന്തൊക്കെ പാലിക്കണം, ഏതൊക്കെയാണ് നന്മകൾ, ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ട തിന്മകൾ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അപ്പോൾ പെരുന്നാൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷമാണ്, മതപരമായ ആരാധനയാണ്. അതിന് ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരുന്നതിലുള്ള പ്രതിഫലം, അങ്ങനെ മുഴുവൻ അന്ന് വസ്ത്രം ധരിക്കുന്നത്, സുഗന്ധം ഉപയോഗിക്കുന്നത്, അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്ത് ചെയ്തില്ല, തൻ്റെ ജന്മദിനം ആഘോഷിക്കുകയോ അതിലെന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പോലും അതിന് പഠിപ്പിച്ചില്ല. മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും പ്രവാചകന്മാരുടെ ജന്മദിനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് പഠിച്ച സ്വഹാബിമാർ അത് ആഘോഷിച്ചില്ല, താബികൾ ആഘോഷിച്ചില്ല, അവരെ പിന്തുടർന്ന താബികൾ ആരും ആഘോഷിച്ചില്ല. പിന്നീട് ഈ പറഞ്ഞ പോലെ ഹിജ്റ 300-ന് ശേഷമാണ് നബിദിനാഘോഷം തുടങ്ങിയെന്നാണ് ഇത് ആഘോഷിക്കുന്ന ആളുകൾ പോലും പാടി പറയുന്നത്. അപ്പോൾ അവിടെ സൂചിപ്പിച്ച പോലെ പിന്നെ ഉബൈദിയാക്കളാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊരു ബിദാത്തുൽ ഹസന എന്ന് പറഞ്ഞ് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് മതം പൂർത്തിയായ ഒരു സംഗതിയാണ്, അതിലേക്ക് ചേർക്കേണ്ട ഒരു കർമ്മമോ എന്തെങ്കിലും ഒരു വിശ്വാസമോ ഒന്നും അതിലേക്ക് ബാക്കിയില്ല. അപ്പോൾ അവിടെ ഈ ഉബൈദിയാക്കൾ അവർ ഫാത്തിമിയാക്കൾ എന്നാണ് അവകാശപ്പെട്ടത്. യെസ്. അതായത് ഫാത്തിമിയാക്കൾ എന്ന് പറയുമ്പോൾ പിന്നെ അവർ പിന്നീട് പിന്നെ ഈജിപ്തിലാണ് അവർ ഭരണം നടത്തുന്നത്. ഫാത്തിമിയാക്കൾ എന്ന് പറഞ്ഞാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പിന്നെ പിന്തുടർന്ന ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക കുടുംബമാണെന്ന് അവകാശപ്പെട്ടാണ് വരുന്നത്. പക്ഷേ ശരിക്കും അവർക്ക് എന്തില്ല, പ്രവാചക കുടുംബവുമായിട്ടും ഒരു ബന്ധവുമില്ല എന്നാണ് നമുക്ക് ഇബ്നു ദൈസാൻ എന്ന വ്യക്തിയുടെ പിന്തുടർച്ചക്കാരാണ് ശരിക്കും ഈ ഉബൈദിയാക്കൾ. അവർ ഈജിപ്തിൽ ഭരണം ആരംഭിക്കുന്നു. പിന്നെ ഹിജ്റ 362-ലാണ് അവർക്ക് ഈജിപ്തിൻ്റെ ഭരണം കിട്ടുന്നത്. അവിടെ അവർക്ക് പിന്നെ അംഗീകാരം കിട്ടണം സമൂഹത്തിന്. ആ സമൂഹത്തിന് അംഗീകാരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അഹ്ലുബൈത്താണെന്ന് പറഞ്ഞാൽ, പ്രവാചക കുടുംബമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, സമൂഹമൊക്കെ അംഗീകരിക്കും എന്നാണ്. അപ്പോൾ അവരാണ് എന്ത് ചെയ്യുന്നത്, ഹിജ്റ 362 ആണ് ആദ്യമായിട്ട് ഈ നബിദിനാഘോഷം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ നബിദിനാഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ജന്മദിനം മാത്രമല്ല ആഘോഷിക്കുന്നത്. അല്ല, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, പിന്നെ അവിടുത്തെ രാജാവ്, ഇങ്ങനെ 6 ആളുകളുടെ ജന്മദിനമാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ നോക്കിയാൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ജന്മദിനമല്ല, ഉമർ റളിയല്ലാഹുവിൻ്റെ അല്ല, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അല്ല, അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അല്ല, അതൊന്നുമില്ല. അപ്പോൾ ഇതൊരു പിന്നെ ഷീഈ ആചാരമാണ്. അങ്ങനെ പിന്നെ ഇവർ ഈജിപ്തിൽ ഇങ്ങനെ ഭരണം തുടരുന്നു, പിന്നെ ഈ ആഘോഷം കൊണ്ടുവരുന്നു. പിന്നീട് അതിൻ്റെ വ്യാപകമായൊരു ആഘോഷമാണ് മുളഫർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിത്ന സമൂഹത്തിൽ വ്യാപിക്കുമ്പോൾ ഹിജ്റ 402-ൽ 362-ൽ ഈ സംഗതി തുടങ്ങുന്നു. 402-ൽ മക്കയിൽ ഒരു മഹാമുസ്ലിം സമ്മേളനം നടക്കുന്നുണ്ട്. അതിൽ സുന്നികളും ഷീകളുമായ പണ്ഡിതന്മാർ പങ്കെടുത്തു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതിൽ മുസ്ലിം സമൂഹത്തിലെ ഭരണാധികാരികൾ പങ്കെടുക്കുന്നു, ഫിഖ്ഹിലുള്ള വിവിധ മദ്ഹബുകളിലുള്ള പണ്ഡിതന്മാർ അതിൽ സന്നിഹിതരാണ്. അപ്പോൾ അവരൊരുമിച്ച് കൂടി ഉബൈദിയാക്കളെക്കുറിച്ച് ഉള്ള ഒരു വിധി എന്താണ് അവരുടെ നിലപാടുകൾ സമൂഹത്തിൽ ഒരുപാട് ഫിത്ന ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് എന്ത് നിലപാടാണ് മുസ്ലിം സമുദായം സ്വീകരിക്കേണ്ടത് എന്നവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൽ അവർ പിന്നെ ഉബൈദിയാക്കളെ വിശേഷിപ്പിക്കുക ഒന്ന് കുഫാറുകളാണ് എന്നാണ്. അവർ സത്യനിഷേധികളാണ്, പിന്നെ ഫാസിഖുകളാണ്, ഇസ്ലാമിനെക്കുറിച്ച് വിവരമില്ലാത്തവരാണ്, സബ്ബുൽ അംബിയ, അവർ പ്രവാചകന്മാരെ തെറി പറയുന്നവരാണ്, അതുപോലെ തന്നെ ലഅനു അസ്സലഫ്, മുൻഗാമികളായ സ്വഹാബിമാരെയും താബികളെയും എല്ലാം പിന്നെ ശപിക്കുന്നവരാണ് അവർ. അതുപോലെ തന്നെ അബാഹു അൽ ഖുമൂർ, അവർ മദ്യവും വ്യഭിചാരവുമെല്ലാം പിന്നെ അനുവദിച്ചവരാണ്, അത് പിന്നെ ഇസ്ലാമിൽ നിഷിദ്ധല്ല എന്ന് വാദിച്ചവരാണ്. അതുപോലെ തന്നെ റുബൂബിയത്ത് വാദിച്ചവരാണ് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ അൽ ഹാക്കിം എന്നവരുടെ ഭരണാധികാരി, അൽ ഹാക്കിം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അയാളുടെ പേര് കേൾക്കുമ്പോൾ സുജൂദിൽ വീഴണം എന്നൊക്കെ സമൂഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ്. അപ്പോൾ ഇതിനെതിരെ പണ്ഡിതന്മാരെല്ലാം ശക്തിയുക്തി എതിർക്കുകയാണ്. പ്രധാനമായും ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരാണ് ഇത്തരം സംഗതികളെ എതിർക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആളുകൾ ഷാഫി മദ്ഹബിൻ്റെ ആളുകളാണെന്നാണ് പറയാറുള്ളത്. പക്ഷേ ഷാഫിഈ ഇമാം ഒരിക്കലും ഈ ആചാരം കൊണ്ടുവന്നില്ല. അദ്ദേഹം ഷാഫിഈ മദ്ഹബിലെ പ്രധാന പണ്ഡിതന്മാർ ഇമാം ഗസ്സാലി, അതുപോലെ തന്നെ തിബിരീസി, ഇബ്നു കസീർ റഹിമഹുമുള്ള, ഇവരൊക്കെ ഈ വിഷയം സൂചിപ്പിക്കുകയും പിന്നെ ഇതിലുള്ള അനിസ്ലാമികതകൾ തുറന്നു കാട്ടുകയൊക്കെ ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പാരമ്പര്യം എവിടേക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആഘോഷിച്ചില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് ആഘോഷിച്ചില്ല, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിയും പിന്നെ ഖുലഫാ റാഷിദുകൾ അത് ആഘോഷിക്കുന്നില്ല. ഹിജ്റ 110-ലാണ് അവസാനത്തെ സ്വഹാബി മരണമടയുന്നത് റളിയല്ലാഹു അൻഹും. അവരാരും എന്ത് ചെയ്തില്ല,
ഇത്രക്കും പ്രവാചകനെ സ്നേഹിച്ച, പ്രവാചകനെ നെഞ്ചോട് ചേർത്ത, തങ്ങളുടെ ജീവൻ ത്യജിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച സ്വഹാബിമാർ അവരാരും എന്ത് ചെയ്തില്ല, ഇത് ആഘോഷിക്കുകയോ ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു സംഗതി ചെയ്യുകയോ, അന്ന് ഒരു കാരക്ക് കൊടുത്തിട്ടെങ്കിലും ഉള്ളൊരാഘോഷം നടത്തി നമുക്കിവിടെ ബിരിയാണി കൊടുക്കുക. പക്ഷേ അങ്ങനെ ഒരു സംഗതി അവർ ചെയ്തില്ല. പിന്നീട് കടന്ന താബികൾ അവരൊന്നും എന്ത് ചെയ്തില്ല, ആഘോഷിച്ചില്ല. നമ്മൾ പിന്നെ മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ ഇമാം ഷാഫി റഹിമഹുല്ല, അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക്, ഇമാം അബു ഹനീഫ ഇവരാരും ആഘോഷിച്ചില്ല. ഇമാം ബുഖാരി, മുസ്ലിം ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന മുൻഗാമികൾ ആരും ഇത് കൊണ്ടുവന്നില്ല. പിന്നീട് കൊണ്ടുവരുന്നത് ആരാണ്? ഈ പിന്നെ ഷീഈ വിഭാഗങ്ങളാണ്. പിന്നീട് മുളഫർ രാജാവാണ് അത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാരമ്പര്യം അത് റസൂലുള്ളയിലേക്കാണോ, ഈ ഉബൈദിയാക്കൾ എന്ന മുസ്ലിം ലോകം ഒന്നടങ്കം തള്ളിയ ഈ വിഭാഗത്തിലേക്കാണോ എന്നുള്ളൊരു ആലോചന ശരിക്കും നമുക്ക് ഉണ്ടാവണം. തീർച്ചയായിട്ടും. അപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായ ഒരു ആഘോഷം അല്ലെങ്കിൽ പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക ഒരു കർമ്മം ഒന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഇത്തിബായിലേക്ക് എത്തിച്ചേരുക, റസൂൽ എന്ത് പഠിപ്പിച്ചോ അതിനെ അതുപോലെ ഉൾക്കൊള്ളാനും അതുപോലെ സ്വീകരിക്കാനുമുള്ള മനസ്സാണ് നമ്മൾ സത്യത്തിൽ ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തിലെ ഈ ഒരു സംസാരത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതെന്ന് തോന്നുന്നു. ഇനി ഇതിലേക്ക് എന്തെങ്കിലും ചേർത്ത് വെക്കേണ്ടതുണ്ടോ? അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നമ്മൾ പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് സ്വലാത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചാണെന്ത്, പിന്നെ സ്വലാത്ത്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക, അതിൻ്റെ പ്രാധാന്യം, പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലേണ്ട സമയങ്ങളെക്കുറിച്ച് ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലാത്തവൻ, എൻ്റെ പേര് കേട്ടിട്ടും മൻ ദുക്കിറ ഇൻദഹു ഫലം യുസല്ലി, എൻ്റെ സ്വലാത്ത് കേട്ടിട്ടും എൻ്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചെല്ലാത്തവൻ അവൻ ഏറ്റവും വലിയ പിശുക്കനാണ് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കുറേ സ്വലാത്ത് സദസ്സുകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? അപ്പോൾ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്ത് പഠിപ്പിച്ചു പോവുകയല്ല, മറിച്ച് അത് എങ്ങനെ ഒന്നുകൂടി നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. റസൂലിനോട് ചെന്ന് ചോദിക്കേണ്ടത് ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലുന്നത്, സലാം പറയേണ്ടത് യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, വിശ്വാസികളെ നിങ്ങൾ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന ആയത്തിറങ്ങുമ്പോൾ സ്വഹാബത്തിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെ സലാം പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ആരെങ്കിലും ഒരു സ്വലാത്ത് സദസ്സ്, ഒരു സ്വലാത്ത് മജ്ലിസ്, ഹൽക്ക ഇതൊന്നും സംഘടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് അത്തരമൊരു ആചാരം കടന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ സ്വഹാബത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക എണ്ണം വെച്ച് പിന്നെ അതെ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ സ്വഹാബത്ത് അവരെ ആട്ടി പറഞ്ഞയക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതത്തിൽ എന്തില്ല, ഇങ്ങനൊരു സംഗതി ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവിടെ ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞ പോലെ നമ്മുടെ ഹുബ്ബ് അത് ഖാലിസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റസൂലിനെ പിൻപറ്റുക. ആരെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരോടുള്ള ഹുബ്ബ് യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മളവർ പിൻപറ്റുക, അവർ ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു, നമ്മുടെ ഒരു സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും പ്രവാചകനെ കൂടുതൽ വായിക്കേണ്ടതുണ്ട്. നമ്മൾ പുതിയ കാലത്ത് പ്രവാചകന് നേരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതൊക്കെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തെളിമയാർന്ന ജീവിതം സമൂഹത്തിന് മുമ്പിലേക്ക് ഡെലിവർ ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ്. അപ്പോൾ അന്ന് സ്വഹാബത്ത് പ്രവാചകനെ ശാരീരികമായി സംരക്ഷിച്ചിരുന്നു. അവരെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലെല്ലാം അവർ പ്രവാചകന് നേരെ വരുന്ന ഏത് അമ്പുകളെയും ഏത് ആക്രമണങ്ങളെയും ഏറ്റെടുത്തിരുന്നു. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വലിയ കവിയാണ്. അദ്ദേഹം ജാഹിലിയത്തിൽ വലിയ കവിയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിയായി പിന്നീട് അറിയപ്പെട്ടതാണ്. ആ പ്രവാചകനെതിരെ മുശ്രിക്കുകൾ വലിയ സാഹിത്യ യുദ്ധം നടത്തുമ്പോൾ അദ്ദേഹം അവർക്കെതിരെ പോരാടുന്നത്, തൻ്റെ സാഹിത്യം എന്ന ടൂൾ ഉപയോഗിച്ച് പോരാടുന്നത് നമുക്ക് കാണാൻ കഴിയും. പുതിയ കാലത്ത് പ്രവാചകൻ അദ്ദേഹം ഭൗതികമായി നമ്മളോടൊപ്പമല്ല, പക്ഷേ പ്രവാചകനെതിരെ അന്ന് സമൂഹത്തിൽ ഉയർന്നിരുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ, തെറികൾ ഒക്കെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ പ്രവാചകനോടുള്ള നമ്മുടെ സ്നേഹം, നമ്മുടെ ഹുബ്ബ് അത് നമുക്ക് അന്ന് സ്വഹാബിമാർ ചെയ്തിരുന്നത് ശാരീരികമായ സംരക്ഷണമായിരുന്നെങ്കിൽ ഇന്ന് നമുക്കും വലിയ ബാധ്യതയുണ്ട്. പ്രവാചക ജീവിതത്തെ അവഹേളിക്കുന്ന, പ്രവാചകൻ്റെ വ്യക്തി ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും എല്ലാം താറടിച്ച് കാണിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ യഥാർത്ഥ പ്രവാചക ജീവിതം എന്താണ് എന്ന് പഠിക്കാനും വായിക്കാനും അത് വിമർശകർക്ക് മുമ്പിൽ തുറന്നു വെക്കാനും ആ ജീവിതത്തിൻ്റെ വെളിച്ചം സമൂഹത്തിൽ ലഭ്യമാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇൻഷാ അല്ലാഹ്. ഫലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട്. ആ മാതൃകയെ തേടി പിടിക്കുന്നവരാകുക, ആ മാതൃകയെ ഉൾക്കൊള്ളുന്നവരാകുക. അത് തന്നെയാണ് യഥാർത്ഥ സ്നേഹം. അവസാനിപ്പിക്കാൻ നിൽക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.